ഹോസ്പിറ്റൽ കവാടം കടന്നുവന്ന ആ വ്യക്തി മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ ഡോക്ടർ മാനുവൽ ജോൺ. അദ്ദേഹത്തിന്റെ വരവ് കണ്ട് ഹോസ്പിറ്റൽ മുഴുവൻ തരിച്ചുപോയി. കവാടം കടന്നുവന്ന് നേരെ തന്റെ സ്വന്തം ഓഫീസിന്റെ പരിസരത്തേക്ക് തന്നെ ഡോക്ടർ നടന്നു. അപ്പോഴേക്കും ഹോസ്പിറ്റലിലെ മുഴുവൻ സ്റ്റാഫും അവിടെ ഹാജരായിരുന്നു. മീര പെട്ടെന്ന് തന്നെ മസൂദിനെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു. മസൂദ് സന്തോഷിനൊപ്പം ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അതിനകം ഡോക്ടറുടെ ചുറ്റുമായി ജനസഞ്ചയം തന്നെ ഒത്തുകൂടിയിരുന്നു. എല്ലാവരോടുമായി അയാൾ സംസാരിച്ചു തുടങ്ങി. ഞാൻ ഡോക്ടർ മാനുവൽ തന്നെയാണ്. അത് കേട്ട് പകച്ചു നിൽക്കുന്ന ജനസഞ്ചയത്തോടായി അയാൾ പറഞ്ഞു. പേടിക്കണ്ട, ഭൂതവും പ്രേതവും ഒന്നുമല്ല. ഞാൻ മരിച്ചിട്ടില്ല. ജനങ്ങൾ ഒത്തുകൂടി. അവർ അങ്കലാപ്പിലായി. പക്ഷേ ആരുമൊന്നും മിണ്ടിയില്ല. അന്ന് മരിച്ചത് ഞാനല്ല, എന്റെ ഇരട്ട സഹോദരൻ സാമുവൽ ജോണാണ്. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ എല്ലാവരുടെയും മുഖത്തു നോക്കി. അത് കേട്ടപ്പോഴും ഒന്നും മനസ്സിലാകാതെ ജനങ്ങൾ വാ പൊളിച്ചു നിന്നു. അല്പനേരം എല്ലാവരും മിണ്ടാതിരുന്നപ്പോൾ ഡോക്ടർ അലി ഹുസൈൻ തന്റെ സംശയം പ്രകടിപ്പിക്കാൻ ഒരുങ്ങി. പക്ഷേ സാർ, അയാളെ കൈകൊണ്ട് അങ്കി കാണിച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് മാനുവൽ ഡോക്ടർ തന്നെ തുടർന്നു. ഡോക്ടർ, നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു ഇരട്ട സഹോദരൻ എനിക്കുള്ള വിവരം ഇവിടെ ആർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ഇതുവരെ? അതിനകം അവിടെ എത്തിയ മസൂദ് ചോദിച്ചു. ഞങ്ങൾ ഫാമിലിയായി അമേരിക്കയിൽ സെറ്റിൽഡാണ്. പപ്പയും അമ്മയും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അമേരിക്കയിലേക്ക് പോയതാണ്. ഞങ്ങൾ രണ്ടുപേർ മാത്രമേ അവർക്ക് മക്കളായുള്ളൂ. പിന്നീട് ഡോക്ടറാകാനുള്ള താല്പര്യത്തിൽ ഞാനും സാമുവലും കൂടി ഇവിടെ ഡൽഹിയിലെ എയിംസ് മെഡിക്കൽ കോളേജിലേക്ക് വന്നു. ഒന്ന് നിർത്തിക്കൊണ്ട് അയാൾ തുടർന്നു. പഠനം പൂർത്തിയാക്കിയ ശേഷം ഞാൻ ഇവിടെയും അവൻ അമേരിക്കയിലുമാണ് പ്രാക്ടീസ് തുടങ്ങിയത്. ഞങ്ങളുടെ രൂപസാദൃശ്യം മുതലെടുത്ത് പലപ്പോഴും ഞങ്ങൾ ആൾമാറാട്ടം നടത്താറുണ്ട്. രൂപത്തിലും ശബ്ദത്തിലും ഒരുപാട് സാമ്യതകൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ഒരിടത്തും ആൾമാറാട്ടത്തിന് പിടിക്കപ്പെട്ടിട്ടില്ല. ചില സമയത്ത് ഞാൻ അമേരിക്കയിലും അവൻ ഇവിടെയുമായിരിക്കും, ചിലപ്പോൾ മറിച്ചു. ഞങ്ങളുടെ ഈ പരിപാടി ഈ നാട്ടിൽ ആരും അറിയരുതെന്നത് ഞങ്ങളുടെ തീരുമാനമായിരുന്നു. അയാൾ ഒന്ന് നിർത്തി. ആളുകൾ അയാൾ പറയുന്നത് ശ്രദ്ധയോടെയും അത്ഭുതത്തോടെയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അയാൾ തുടർന്നു. കഴിഞ്ഞ മാസം 12-ാം തീയതിയായിരുന്നു ഞാൻ അമേരിക്കയിൽ പോയി സാമുവൽ ഇങ്ങോട്ട് വന്നത്. അടുത്തയാഴ്ച ഞാൻ ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അവൻ അങ്ങോട്ടും. അയാളുടെ ശബ്ദമിടറി. ജനമധ്യത്തിൽ നിന്നുകൊണ്ട് അയാൾ വിതുമ്പിക്കരയാൻ തുടങ്ങി. അത്രയുമായപ്പോൾ കൂടെ നിന്നവർ അയാളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. അയാളെ തന്റെ ഓഫീസിലേക്ക് അവർ കയറ്റിയിരുത്തി. അല്പസമയത്തിനു ശേഷം മസൂദും മീരയും സന്തോഷം കൂടി മാനുവൽ ഡോക്ടറുടെ ഓഫീസിലേക്ക് കയറി. അപ്പോഴേക്കും അയാൾ ശാന്തനായിരുന്നു. ഡോക്ടർ, ഞങ്ങളാണ് കേസ് അന്വേഷിക്കുന്നത്. അല്പസമയം മിണ്ടാതെ നിന്ന ശേഷം മസൂദ് അയാളോടായി പറഞ്ഞു. ഇരിക്കൂ സർ. മുന്നിലുണ്ടായിരുന്ന ഇരിപ്പിടത്തിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡോക്ടർ മാനുവൽ പറഞ്ഞു. നിങ്ങളുടെ പാരൻസ്? മസൂദ് ചോദിച്ചു. പപ്പ 2 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. മമ്മയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. അവരിപ്പോൾ സ്റ്റേറ്റ്സിലെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. സർ, ഞാൻ ചോദിക്കുന്നത് തെറ്റാണോ എന്നറിയില്ല. കേസ് എന്തായി? ആരാ എന്റെ സഹോദരനെ? അദ്ദേഹം പ്രത്യാശയോടെ ചോദിച്ചു. അന്വേഷണം നടക്കുന്നുണ്ട് ഡോക്ടർ, മസൂദ് പറഞ്ഞു. അല്പനേരത്തെ സംസാരത്തിന് ശേഷം അവർ പുറത്തേക്കിറങ്ങി. ഇതിനകം സോഷ്യൽ മീഡിയയിലൂടെയും ന്യൂസ് ചാനലിലൂടെയും കേരളം മുഴുവൻ വിവരമെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. മസൂദും സഹപ്രവർത്തകരും ഹോസ്പിറ്റലിൽ നിന്നിറങ്ങുമ്പോഴേക്ക് തന്നെ ആരോഗ്യമന്ത്രി അവിടേക്കെത്തി. പിന്നെയും പ്രമുഖർ എത്തിക്കൊണ്ടിരുന്നു. IG ഡേവിസ് സെബാസ്റ്റ്യൻ ഇതിനകം പലതവണ മസൂദുമായി ഫോണിൽ സംസാരിച്ചു. അവർ ഓഫീസിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പായി അദ്ദേഹവും അവിടെ എത്തി. എല്ലാവരെയും സ്വീകരിച്ച് പിരിച്ചുവിട്ട് അവർ 3 പേരും ഓഫീസിലെത്തുമ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു. ഓഫീസിലെ ടേബിളിന് ചുറ്റുമായി അവരിരുന്നു. ഇതിപ്പോ നമ്മളാരും ചിന്തിക്കാത്ത റൂട്ടിലൂടെയാണല്ലോ സാറേ കാര്യങ്ങൾ പോകുന്നത്. മീരയാണ് അത് ചോദിച്ചത്. മീര, അവിടെ നമ്മുടെ ടീമില്ലേ ഹോസ്പിറ്റലിൽ? മസൂദ് ചോദിച്ചു. അതെ സർ, അവൾ പറഞ്ഞു. നമ്മളിനി ഒന്നുകൂടി സ്ട്രോങ് ആയിരിക്കണം. മരിച്ചുവെന്ന് എല്ലാവരും കരുതിയ ആളാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് കൊന്നവർ വീണ്ടും വരും. എങ്കിലേ അവരുടെ ദൗത്യം പൂർത്തിയാകൂ.
കാരണം ഒരു സാമുവൽ ജോണിനെ കൊല്ലലായിരുന്നില്ല അവരുടെ ലക്ഷ്യം. ഇപ്പോൾ തന്നെ ഈ വിവരം ഒരുവിധം എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ടാകും. ഇനി നാളത്തെ പത്രവാർത്തകൾ കൂടിയായാൽ എത്താത്തിടങ്ങളിലെല്ലാം വിവരമെത്തും. ഈ വിവരം അറിഞ്ഞാൽ അവർ വെറുതെയിരിക്കില്ല. ഏതു നിമിഷവും ഡോക്ടർക്ക് നേരെ ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഡോക്ടർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു സ്ട്രോങ് ടീം നിർബന്ധമായും വേണം, മസൂദ് പറഞ്ഞു. സർ, അപ്പോൾ ഡോക്ടറുടെ വീട്ടിൽ? സന്തോഷാണ് അത് ചോദിച്ചത്. അതെ, വീട്ടിലും വേണം. പക്ഷേ വീടിന്റെ മുമ്പിൽ എല്ലാവരും കാണുന്ന രീതിയിൽ വേണ്ട. ആ പരിസരത്ത് പ്രൈവറ്റ് വാഹനങ്ങളിലായി മഫ്തിയിലായിരിക്കണം വീട്ടിലെ സെക്യൂരിറ്റി. അല്ലെങ്കിൽ അവർ ആ പരിസരത്തേക്ക് വരില്ല. അവർ വരണം. അല്ലെങ്കിൽ നാം വീണ്ടും ബുദ്ധിമുട്ടേണ്ടി വരും, മസൂദ് ദീർഘവീക്ഷണത്തോടെ പറഞ്ഞു. സർ, ഇന്നെവിടെയോ പോവാനുണ്ടെന്ന് പറഞ്ഞിരുന്നു, സന്തോഷ് ഓർമ്മിപ്പിച്ചു. അതിനി ഇന്ന് നടക്കില്ല. നമുക്ക് നാളെ രാവിലെ പോകാം. സർ, മാനുവൽ ഡോക്ടർ മരിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ആ പെൺകുട്ടിയുടെ കേസ് വെച്ച് അയാളെ അറസ്റ്റ് ചെയ്യാമല്ലോ, മീര ചോദിച്ചു. അതിനുള്ള സമയമായിട്ടില്ല മീര, അല്പം കാത്തിരിക്കൂ, മസൂദ് പറഞ്ഞു. രതീഷിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ആ വഴിക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടായാൽ ദാറ്റ് മേ ബി ഗുഡ്. അവർ പിരിയുന്നതിന് മുമ്പായി മസൂദ് അതുകൂടി ഓർമ്മിപ്പിച്ചു. അന്ന് വൈകുന്നേരം മസൂദ് നേരത്തെ തന്നെ വീടണഞ്ഞു. മാനുവൽ ഡോക്ടറുടെ വീടിന് മുന്നിലെ റോഡിൽ 3 കാറുകളിലായി 6 പോലീസുകാർ കാവലുണ്ടായിരുന്നു. മസൂദിന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും മഫ്തിയിലായിരുന്നു. വളരെ ശ്രദ്ധാലുക്കളായി ഉറങ്ങാതെ കൊലയാളിക്കായി അവർ കാത്തിരുന്നു. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് തന്നെ സന്തോഷിന് മസൂദിന്റെ ഫോൺ വന്നു. അധികം വൈകാതെ മസൂദ് തന്റെ ഇന്നോവ കാറുമായി സന്തോഷിന്റെ വീടിന് മുന്നിലെത്തി. സന്തോഷ് കാറിൽ കയറിയതോടെ അവർ യാത്ര തുടങ്ങി. നീണ്ട ഒരു യാത്രയായിരുന്നു അത്. ഏകദേശം 5 മണിക്കൂർ യാത്ര ചെയ്ത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ അവർ എത്തിയപ്പോഴേക്കും ഉച്ചയായിരുന്നു. അവിടെയുണ്ടായിരുന്ന ഒരു വനിതാ ക്യാൻറ്റീനിൽ കയറി അവർ നല്ല നാടൻ ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണം അല്ലേ സന്തോഷ്? മസൂദ് ചോദിച്ചു. അതെ സർ, അടുത്ത കാലത്തൊന്നും ഇത്ര രുചിയിൽ ഒരു നാടൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. സന്തോഷിനും എതിർപ്പില്ലായിരുന്നു. അവർ യൂണിഫോമിലല്ലാത്തതുകൊണ്ട് പോലീസുകാരാണെന്ന് തോന്നിയിരുന്നില്ല. സാറുമാരെവിടുന്നാ? മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, പണം വാങ്ങുന്ന സമയത്ത് ക്യാൻറ്റീനിലെ ജീവനക്കാരൻ ചോദിച്ചു. ഞങ്ങളൽപ്പം ദൂരേന്നാ. ഇവിടെ ഒരു വീട്ടിലേക്ക് വന്നതാ ചേട്ടാ. ഭക്ഷണം അടിപൊളിയാണ് കേട്ടോ, മസൂദ് പറഞ്ഞു. അത് അയാൾക്ക് വല്ലാതെ പിടിച്ചു. അഭിമാനത്തോടെ അയാൾ പറഞ്ഞു. ഇവിടത്തെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നതാ സാറേ. അല്ല, സാറുമാർ ഇവിടെ ഏത് വീട്ടിലേക്കാ? അയാൾ ചോദിച്ചു. മസൂദ് കയ്യിൽ കരുതിയിരുന്ന ഫോട്ടോ എടുത്ത് അയാളുടെ മുന്നിലേക്ക് നീട്ടിയിട്ട് ചോദിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ വീട് അറിയുമോ ചേട്ടാ? ഫോട്ടോയിലേക്ക് നോക്കി അയാളുടെ മുഖഭാവം പെട്ടെന്ന് തന്നെ മാറി. ഭയത്തോടെ അയാൾ ചോദിച്ചു. സാറുമാര് പോലീസുകാരാണോ? അതെന്താ ചേട്ടാ, ആ വീട്ടിലേക്ക് പോലീസുകാർ മാത്രമേ വരുള്ളൂ? മസൂദ് തിരിച്ചു ചോദിച്ചു. അയാൾ പരിഭ്രാന്തിയോടെ തന്നെ പറഞ്ഞു. അല്ല സാറേ, ഞാൻ വെറുതെ. ആ റോഡിലൂടെ പോയാൽ വലതുഭാഗത്തെ അവസാനത്തെ വീടാണ്. ഓക്കെ ചേട്ടാ, എന്നാൽ ഞങ്ങളങ്ങോട്ട്. മസൂദ് അയാളോട് യാത്ര പറഞ്ഞിറങ്ങി. അവർ പോകുന്നത് ഭീതിയോടെ ആ മനുഷ്യൻ നോക്കി നിന്നു. അയാൾ പറഞ്ഞ വീടിന്റെ മുമ്പിലായി മസൂദ് കാറ് നിർത്തി. അധികം വലുതല്ലാത്ത ഒരു വീടായിരുന്നു അത്. അവർ വീടിന് മുന്നിലേക്ക് കയറുമ്പോൾ വീട്ടിൽ നിന്നും ഒരു മധ്യവയസ്കൻ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ ആളെ മനസ്സിലാവാത്ത പരിഭവത്തോടെ അയാൾ അവിടെ തന്നെ നിന്നു. അവർ വീടിന് മുന്നിലെത്തിയപ്പോൾ അയാൾ അവരോട് അകത്ത് കയറാൻ പറഞ്ഞു. അവർ വീടിനകത്ത് കയറി. അയാൾ 2 കസേരയെടുത്ത് പൊടി തട്ടി അവരുടെ മുന്നിലേക്ക് നീക്കിയിട്ടു. അവർ 2 പേരും കസേരയിലിരുന്നു. ആളെ ശരിക്കും മനസ്സിലായില്ല, അയാൾ വിനയത്തോടെ പറഞ്ഞു. ഞങ്ങൾ പോലീസുകാരാണ്. മസൂദ് അത് പറഞ്ഞപ്പോൾ അയാളൊന്ന് ഞെട്ടി. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായ മറുപടി പറയണം. അതാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും നല്ലത്, മസൂദ് ഗൗരവത്തിൽ പറഞ്ഞു. ഉവ്വ് സർ. റെഡ് ക്രസന്റ് ഹോസ്പിറ്റൽ. മീര ഡോക്ടർ അലി ഹുസൈന്റെ ഓഫീസിലായിരുന്നു. എന്താ ഡോക്ടർ, മരിച്ചയാൾ തിരിച്ചു വന്നപ്പോ തിരക്ക് കൂടിയോ? മീര പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്തു ചെയ്യാനാ മാഡം, നമ്മളൊക്കെ ശമ്പളക്കാരല്ലേ. മേലേന്ന് പറയുന്നതൊക്കെ ചെയ്യാൻ വിധിക്കപ്പെട്ടവർ. അങ്ങേർക്ക് ഈ മാസത്തെ മുഴുവൻ അക്കൗണ്ട് ഡീറ്റെയിൽസും ഇപ്പോൾ തന്നെ കിട്ടണം. അല്ല, മാഡത്തിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയല്ലേ? എനിക്ക് തന്നെ പാവം തോന്നുന്നു.
എത്ര ദിവസമായി ഇതിന്റെ പിന്നാലെ? ഡോക്ടർ മനസ്സ് തുറന്നു. അവർ രണ്ടുപേരും അപ്പോഴേക്കും അടുത്ത സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു. എന്തു ചെയ്യാനാ, വല്ലാത്തൊരു സ്വപ്നമായിരുന്നു ഈ ജോലി. ചില സമയത്ത് എല്ലാം ഉപേക്ഷിച്ചു പോകാൻ തോന്നും. പിന്നെ വീട്ടിൽ വരുമാനമുള്ളത് എനിക്ക് മാത്രമാണ്. അതുകൊണ്ട് മുടങ്ങാതെ വന്നു പോകുന്നു. മീരയും തുറന്ന മനസ്സോടെ പറഞ്ഞു. അപ്പോൾ മാഡത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഡോക്ടർ അലി അത്ഭുതത്തോടെ ചോദിച്ചു. എന്നെ കണ്ടാൽ കല്യാണം കഴിഞ്ഞ ഒരാളാണെന്ന് തോന്നുമോ? മീര പരിഭവത്തോടെ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല മാഡം. ഞാൻ ചോദിച്ചെന്ന് മാത്രം. അപ്പോ മാഡവും എന്നെ പോലെ ബാച്ചിലർ ആണല്ലേ? ഡോക്ടർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ തന്നെ മീരയുടെ ഫോൺ ബെല്ലടിച്ചു. മസൂദ് സാർ. അവരുടെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. രതീഷ് കുമാർ RTO ഓഫീസിലായിരുന്നു. പ്രവീൺ ഡോക്ടറുടെ ക്ലിനിക്കിന് മുന്നിലെ CCTV ഫുട്ടേജിൽ നിന്നും കിട്ടിയ കാറിന്റെ നമ്പർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത നമ്പറായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വെഹിക്കിൾ ഇൻസ്പെക്ടറുമായി സംസാരിച്ച ശേഷം മസൂദിനെ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചു. സർ, നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് CCTV ഫുട്ടേജുകൾ ഞാൻ പരിശോധിച്ചു. ഒന്നിലും അവരുടെ വാഹനം പതിഞ്ഞിട്ടില്ല, രതീഷ് പറഞ്ഞു. മറുപടി പറയുമ്പോൾ മസൂദും സന്തോഷും തിരിച്ച് പാലക്കാട് ടൗണിലെത്തിയിരുന്നു. എങ്കിൽ ടൗൺ പരിധിയിൽ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന പറമ്പുകൾ, കാടുകൾ പോലത്തെ വിജനമായ സ്ഥലങ്ങളിൽ ഒന്ന് പരിശോധിക്കണം രതീഷ്. എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. യു പ്രൊസീഡ്. യെസ് സർ, രതീഷ് മറുപടി പറഞ്ഞു. രതീഷ് തന്റെ ബൈക്കുമെടുത്ത് റോഡിലേക്ക് കടന്നതും ഒരു കറുത്ത സ്വിഫ്റ്റ് കാർ വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തേക്ക് കടന്നുപോയി. പെട്ടെന്ന് തന്നെ നമ്പർ ശ്രദ്ധിച്ച രതീഷ് ഞെട്ടിപ്പോയി. അത് ആ കാറായിരുന്നു. സമയം കളയാതെ രതീഷ് ആ കാറിന് പിന്നിലൂടെ കുതിച്ചു. രതീഷ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാകാം ആ കാറിന്റെ വേഗത കൂടി. രതീഷിന്റെ ബുള്ളറ്റ് വിടാതെ പിന്തുടർന്നു. കുതിച്ചു പായുന്നതിനിടയിലും തന്റെ ഫോൺ ചെവിയിൽ വെച്ച് രതീഷ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. അവർക്ക് ഏരിയ പറഞ്ഞുകൊടുത്തു. കാർ ടൗൺ പരിധിയിലേക്ക് കടന്നു. രതീഷ് തന്റെ പരമാവധി വേഗത്തിൽ ബുള്ളറ്റ് ഓടിച്ചു. അപകടം മനസ്സിലാക്കിയ ആ കാർ പെട്ടെന്ന് ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറി. പെട്ടെന്നായതുകൊണ്ട് രതീഷിന് തിരിക്കാനായില്ല. തിരക്കുള്ള റോഡിൽ നിന്ന് ഒരു വിധത്തിന് ബൈക്ക് തിരിച്ച് അവൻ ആ റോഡിലേക്ക് കടന്നപ്പോഴേക്കും ആ കാർ കാണാതായിരുന്നു. എങ്കിലും അവൻ ആ റോഡിലൂടെ നീങ്ങി. അല്പം മുന്നോട്ട് പോയപ്പോൾ ആ റോഡ് മെയിൻ റോഡിലേക്ക് ചെന്നെത്തി. ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ആ റോഡിൽ ഏത് ഭാഗത്തേക്കാണ് കാർ പോയതെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമായിരുന്നു. അപ്പോഴേക്കും രതീഷിന്റെ ഫോൺ ബെല്ലടിച്ചു. നമ്പർ നോക്കാതെ അറ്റൻഡ് ചെയ്തു. സർ, ആ കാർ പിടികൂടിയിട്ടുണ്ട്. ഇവിടെ ജംഗ്ഷനിൽ ബ്ലോക്കിൽപ്പെട്ടപ്പോൾ. പക്ഷേ ഇതിൽ നമ്മൾ സംശയിക്കുന്ന ആളുകളില്ല. മറുതലയ്ക്കിൽ നിന്ന് അത്രയും പറഞ്ഞപ്പോൾ ധൃതിയിൽ രതീഷ് ചോദിച്ചു. പിന്നെ അതിലാരാണ്? ഇതിലൊരു പയ്യനാണ് സർ. ഓക്കെ, അവനെ വിടരുത്. ഞാനിതാ വരുന്നു. രതീഷ് ഫോൺ കട്ട് ചെയ്തു. സമയം രാത്രി 7:30. രതീഷ് മസൂദിന്റെ ഓഫീസിലേക്ക് കയറുമ്പോൾ മസൂദും സന്തോഷും അവിടെ ഉണ്ടായിരുന്നു. രതീഷ് സല്യൂട്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറി. ആ പയ്യനെ ചോദ്യം ചെയ്തിട്ട് എന്തായി രതീഷ്? മസൂദ് ചോദിച്ചു. സർ, അവനിവിടുത്തെ വാഹന മോഷ്ടാക്കളിലെ ഒരു കണ്ണിയാണ്. മോഷ്ടിച്ച വാഹനങ്ങൾക്ക് ഫേക്ക് നമ്പറുകൾ വെച്ചാണ് അവർ നിരത്തിലിറക്കാറ്. അങ്ങനെ അവർ ഇന്നലെ ഇറക്കിയതാണ് ആ ബ്ലാക്ക് സ്വിഫ്റ്റ് കാർ. ആ കാർ ഇന്നലെ ഇവർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി സർ. അത് ഉടമസ്ഥർ കണ്ടുപിടിച്ചുകൊണ്ട് പോയതാകാമെന്നാണ് അവർ കരുതിയത്. പക്ഷേ ഇന്നലെ നഷ്ടപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ ഇന്ന് രാവിലെ ആ കാർ നിർത്തിയിട്ടായിരുന്നു. ഇന്ന് ഞാൻ പിന്നാലെ വരുന്നത് കണ്ട് കാറിന് വേണ്ടി വരികയാണെന്ന് കരുതിയാണ് അവൻ നിർത്താതെ പോയത്. രതീഷിന്റെ വിശദീകരണം കേട്ട് മസൂദ് ചിരിച്ചുപോയി. മോഷ്ടാക്കളിൽ നിന്ന് മോഷ്ടിക്കുന്നവർ അല്ലേ? അപ്പോൾ അവർ തന്ത്രശാലികളാണ്. നാം കരുതിയതിനേക്കാൾ ബുദ്ധിശാലികൾ. അതുകൊണ്ട് അവർ മാനുവൽ ഡോക്ടറിനെ വെറുതെ വിടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല, മസൂദ് പറഞ്ഞു. അപ്പോൾ ഇനി കാറ് തിരഞ്ഞിട്ട് കാര്യമില്ല അല്ലേ രതീഷ്? അതെ സർ. അതുകൊണ്ട് ഇനി പ്രയോജനമുണ്ടാകുമെന്ന് തോന്നുന്നില്ല, രതീഷ് നിരാശയോടെ പറഞ്ഞു. എങ്കിൽ നമുക്ക് കാത്തിരിക്കാം, അവർ വരുന്നതുവരെ. അതായിരിക്കണം നമ്മുടെ അടുത്ത ടാസ്ക്, മസൂദ് അവരോടായി പറഞ്ഞു. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ലാതെ 4 ദിവസങ്ങൾ കടന്നുപോയി. മരിച്ചെന്ന് കരുതിയ മാനുവൽ ഡോക്ടർ തിരിച്ചു വന്നതിനാൽ കൊലപാതക കേസിന്റെ പ്രാധാന്യം നന്നേ കുറഞ്ഞിരുന്നു. പ്രവീൺ ഡോക്ടറാകട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രാധാന്യമുള്ള വ്യക്തിയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കേസ് ജനങ്ങൾ മറന്നു തുടങ്ങിയിരുന്നു. മരിച്ചത് മാനുവൽ ഡോക്ടർ അല്ല എന്നറിഞ്ഞതിനാൽ
മുകളിൽ നിന്നുള്ള പ്രഷറും ഇല്ലാതെയായിരിക്കുന്നു. ഡോക്ടറുടെ വീടിന് മുമ്പിലുള്ള ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് പ്രത്യേകിച്ച് ഒരു സംഭവവും നടക്കാത്തതിനാൽ വിരസത അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. പക്ഷേ അവരപ്പോഴും ചർച്ചയിൽ തന്നെയായിരുന്നു. മസൂദും രതീഷും മീരയും സന്തോഷും. നീണ്ട സംസാരങ്ങൾക്കൊടുവിൽ മസൂദ് പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അവർ വരുന്ന ലക്ഷണം കാണുന്നില്ല. അതുകൊണ്ട് ഡോക്ടറുടെ വീടിന് മുന്നിൽ നിൽക്കാനുള്ള ടീം ഇന്നു മുതൽ നിൽക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. സന്തോഷ്, അവരോട് ഇന്നു മുതൽ നിൽക്കണ്ട എന്ന് പറയണം. നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് മാത്രം. യെസ് സാർ. അവരെ നിയന്ത്രിക്കേണ്ട ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സന്തോഷ് സമ്മതം മൂളി. പല കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവർ പിരിഞ്ഞു. അങ്ങനെ മാനുവൽ ഡോക്ടറുടെ തിരിച്ചുവരവിന് ശേഷം ആദ്യമായി മുമ്പിൽ കാവലില്ലാതെ ജോൺസൺ വില്ല ഒരു രാത്രിക്ക് വേണ്ടി കാത്തുനിന്നു. അന്നു രാത്രി ഒരു 10 മണിയോടെ ഡോക്ടറും തോമസ് കുട്ടിയും ഉറങ്ങാൻ കിടന്നിരുന്നു. ഉദ്ദേശം 11 മണിക്ക് ആ വീടിന്റെ ഗേറ്റ് തുറന്ന് 2 പേർ അകത്തു കയറി. അതൊരു ഉയരമുള്ള വെളുത്തു വൃദ്ധനായ മനുഷ്യനും അയാളുടെ മകളെന്ന് തോന്നിക്കുന്ന ഒരു യുവതിയുമായിരുന്നു. അവർ കോളിംഗ് ബെൽ അമർത്തി. അവർ 3 തവണ ബെല്ലടിച്ചപ്പോഴാണ് തോമസ് കുട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. അയാൾ കണ്ണു തിരുമ്മി ക്ലോക്കിലേക്ക് നോക്കി. സമയം 11:10. ഈ സമയത്ത് ഇതാരായിരിക്കും? അയാൾക്ക് ചെറിയൊരു ഭയം തോന്നാതിരുന്നില്ല. 4മതൊരു ബെല്ലുകൂടി അടിച്ചപ്പോൾ ധൈര്യം സംഭരിച്ച് അയാൾ വാതിലിനടുത്തേക്ക് നടന്നു. ആരാ? വാതിൽ തുറക്കാതെ തന്നെ തോമസ് കുട്ടി ചോദിച്ചു. ഡോക്ടറെ ഒന്ന് കാണാൻ പറ്റുമോ? അത്യാവശ്യമായിരുന്നു. പുറത്തുനിന്നും കേട്ടത് ഒരു പുരുഷസ്വരമായിരുന്നു. ശബ്ദത്തിൽ ദയനീയത തോന്നിയ തോമസ് കുട്ടി ധൈര്യത്തോടെ വാതിൽ തുറന്നു. ഒരു നീണ്ടുമെലിഞ്ഞ വൃദ്ധനായിരുന്നു മുമ്പിൽ. അദ്ദേഹത്തിന്റെ തോളിൽ ചാഞ്ഞുകൊണ്ട് അവശയായ ഒരു പെൺകുട്ടിയും. മുമ്പ് കണ്ട പരിചയമില്ലാത്തവരായതിനാലും തന്റെ ഉറക്കം നഷ്ടപ്പെട്ടതിനാലും അല്പം ദേഷ്യത്തോടെ തോമസ് കുട്ടി ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തു വേണം? സാറേ, ഇവൾക്ക് തീരെ സുഖമില്ല. ശക്തമായ തലവേദനയാണ്. ഡോക്ടറെ ഒന്ന് കാണാൻ പറ്റുമോ? സാധാരണ ആശുപത്രിയിൽ വന്ന് ഞങ്ങൾ ഡോക്ടറെ കാണാറുണ്ട്. ഇന്ന് വേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒന്ന് ഡോക്ടറെ വിളിക്കുമോ? അയാളുടെ സംസാരം കേട്ട് അല്പം ദയ തോന്നിയതിനാൽ തോമസ് കുട്ടി പറഞ്ഞു, നിങ്ങളിവിടെ കയറിയിരിക്കെ. ഞാൻ സാറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവർ സന്തോഷത്തോടെ സ്വീകരണ മുറിയിലേക്ക് കയറിയിരുന്നു. ആ വൃദ്ധന്റെ കയ്യിലുണ്ടായിരുന്ന കട്ടിയുള്ള സഞ്ചിയിലേക്ക് ഒരു തവണ കൂടി നോക്കിയ ശേഷം തോമസ് കുട്ടി സ്റ്റെയർ കേസിലേക്ക് കയറി. കുറച്ചധികം പരിശ്രമിക്കേണ്ടി വന്നു മാനുവൽ ഡോക്ടറെ വിളിച്ചുണർത്താൻ. എങ്കിലും വിവരം കേട്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ തന്റെ സ്റ്റെതസ്കോപ്പും എടുത്ത് സ്റ്റെപ്പ് ഇറങ്ങി. അവരിയ്ക്കുന്ന റൂമിലേക്ക് കയറുന്നതിന് മുമ്പായി തന്റെ മുഖം കഴുകാൻ ഡോക്ടർ മറന്നില്ല. അവരെ കണ്ടിട്ട് മനസ്സിലാകാത്തതുപോലെ ഡോക്ടർ അവരോട് ചോദിച്ചു, നിങ്ങളെ എനിക്ക്... ആ വൃദ്ധൻ പറഞ്ഞു, ഡോക്ടർ, ഇവൾക്ക് ഭയങ്കര തലവേദന. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രി തന്നെ വന്നത്. ഓക്കെ, ഞാനൊന്ന് പരിശോധിക്കട്ടെ, ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഡോക്ടർ, ഇവളുടെ തലവേദന ഡോക്ടർ പരിശോധിച്ചാൽ മാറില്ല, ആ വൃദ്ധൻ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. പിന്നെ? ഡോക്ടർ നെറ്റിച്ചുളിച്ചു. ഇവളുടെ തലവേദന മാറാൻ ഞങ്ങൾക്ക് ഡോക്ടറുടെ ജീവൻ വേണം. അയാളുടെ ശബ്ദത്തിന് ഗൗരവം കൂടിയിരുന്നു. ഡോക്ടർ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. ആരാണ് നിങ്ങൾ? ഡോക്ടർ ഭയത്തോടെ ചോദിച്ചു. നിന്നെ ഒരു തവണ കൊന്നിട്ട് പക തീർന്നിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോൾ നീ തന്നെ അവസരം തന്നിരിക്കുകയാണ് ഒരു 2ാമത്തെ മരണത്തിന്. അതെ, ഇന്ന് നിന്റെ 2ാം മരണ ദിവസമാണ്. അയാളുടെ കണ്ണിൽ നിന്ന് തീ പാറുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അയാളുടെ നരച്ച മുടികളൊക്കെ കറുപ്പു നിറമായി കഴിഞ്ഞിരുന്നു. തന്റെ തലയിൽ നിന്ന് പറിച്ചെടുത്ത നരച്ച മുടിയുള്ള വിഗ് അയാൾ സോഫയിലേക്കിട്ടു. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ സഹോദരാ. തീരെ പ്രതീക്ഷിക്കാതെ അങ്ങനെയൊരു ശബ്ദം കേട്ട അയാളും ആ യുവതിയും മാനുവൽ ഡോക്ടറും ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കി. അവർ നോക്കിയ സ്ഥലത്തു നിന്നും ചൂണ്ടിയ തോക്കുമായി മസൂദ് ഷെരീഫ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. പിന്നിൽ തന്നെ തോക്കു ചൂണ്ടി രതീഷ് കുമാറും സന്തോഷമുണ്ടായിരുന്നു. ഓഹോ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഞാൻ കരുതിയതിനേക്കാൾ ഫാസ്റ്റ് ആണല്ലോ സർ, ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് തന്റെ കയ്യിലെ സഞ്ചി തുറന്നു. അടുത്ത നിമിഷം ഭീമാകാരനായ ഒരു പാമ്പ് അതിൽ നിന്നും പുറത്തേക്കിറങ്ങി. മാനുവൽ ഡോക്ടർ ശരിക്കും പരിഭ്രാന്തനായിരുന്നു. പക്ഷേ ഈ നീക്കം മുൻകൂട്ടി പ്രതീക്ഷിച്ചതുപോലെ മസൂദ് വിളിച്ചു, ഷൺമുഖം. പുറകിൽ നിന്നും ഒരാൾ ഞൊടിയിടയിൽ മുന്നോട്ട് വന്നു.
അതിസമർത്ഥമായി ആ പാമ്പിനെ അയാൾ പിടികൂടി. ഏതാ ഐറ്റം? മസൂദ് ഷൺമുഖനോട് ചോദിച്ചു. അണലിയ സാറേ, കൂടിയ ഇനമാ. ഒരു കടി കിട്ടിയാൽ 2 മിനിറ്റിനകം ആള് കാലിയാകും. ഷൺമുഖത്തിന് അധികം ആലോചിക്കേണ്ടിയൊന്നുമുണ്ടായില്ല. മസൂദ് അയാളെ അഭിനന്ദിച്ച ശേഷം പറഞ്ഞയച്ചു. അതോടെ അവർക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു. രാവിലെ തന്നെ മസൂദ് IG ഡേവിസ് സെബാസ്റ്റ്യനെ വിളിച്ചു. സർ, നമ്മുടെ കേസ് 100% പൂർത്തിയായിട്ടുണ്ട്. സാർ സമയം പറയുകയാണെങ്കിൽ പ്രതികളുമായി ഞാൻ ഓഫീസിലെത്താം. വെരി ഗുഡ് മസൂദ്. ഞാനിന്ന് തന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ ഓഫീസിലേക്ക് വന്നോളൂ, IG പറഞ്ഞു. സർ, മസൂദ് അനുസരിച്ചു. കൃത്യം 9 മണിക്ക് തന്നെ IG ഓഫീസിൽ അവർ ഒത്തുചേർന്നു. IG അടക്കം പല ഉന്നത ഉദ്യോഗസ്ഥരും ഹാജരായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ മസൂദ് ഷെരീഫ് എല്ലാവർക്കും മുമ്പിൽ എഴുന്നേറ്റു നിന്നു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. വളരെ വ്യത്യസ്തമായ ഒരു കേസായിരുന്നു ഇത്. ഒരു ഘട്ടത്തിൽ ഇനിയും കോംപ്ലിക്കേഷനിലേക്ക് പോകുമെന്ന് കരുതിയെങ്കിലും നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാൻ സാധിച്ചു. ഏറ്റവും അധികം കടപ്പാടുള്ളത് ശരീരം മറന്നാസ്വദിച്ച എൻ്റെ ടീം. CI രതീഷ് കുമാർ, SI മീരാപോൾ, SI സന്തോഷ്. എല്ലാറ്റിനുമുപരി ഇതിനുവേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി സർവീസ് ചെയ്ത ഈ കേസിലെ എൻ്റെ മെയിൻ അസിസ്റ്റന്റ് ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് CI മിസ്റ്റർ ജയ്സൺ വർഗീസ്. അത് കേട്ട എല്ലാവരും പരസ്പരം നോക്കി. കാരണം ജയ്സൺ അപ്പോഴും അവിടെയില്ലായിരുന്നു. സോറി സർ, ജയ്സൺ ലീവിലല്ല. കേസ് കോംപ്ലിക്കേഷൻ ആയപ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. ഡിപ്പാർട്ട്മെന്റിലെ ആരും അറിയാതെ. ഈവൻ രതീഷ് ആൻഡ് മീര. എല്ലാവരും ഞെട്ടലോടെയാണ് അത് കേട്ടത്. ജയ്സൺ, പ്ലീസ് കം, മസൂദ് വിളിച്ചു. എല്ലാവരും നോക്കി നിൽക്കെ പിന്നിൽ നിന്നും കടന്നു വന്നത് ജയ്സൺ അല്ലായിരുന്നു, ഡോക്ടർ മാനുവൽ ജോൺ ആയിരുന്നു. സംശയത്തോടെ എല്ലാവരും ഇരുവരിലേക്കും മാറി മാറി നോക്കി. അടുത്ത നിമിഷം ഡോക്ടർ തന്റെ മുഖത്ത് ഒട്ടിനിൽക്കുന്ന ഒരു മുഖം മൂടി ശ്രമകരമായി പറിച്ചു നീക്കി. അത്ഭുതം! ആ മുഖംമൂടിക്കിടയിൽ തെളിഞ്ഞു വന്നത് ജയ്സൺ വർഗീസ് തന്നെയായിരുന്നു. മസൂദ്, എന്താ ഇത്? IG ചോദിച്ചു. സർ, ഇതല്ലാതെ അവരെ പുറത്തു കൊണ്ടുവരാൻ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. പ്രതികളെ തിരിച്ചറിഞ്ഞ് അവരുടെ ലക്ഷ്യം മനസ്സിലാക്കിയപ്പോൾ മാനുവൽ അല്ലാതെ അവർക്കുണ്ടായിരുന്ന ലക്ഷ്യം പ്രവീൺ കുമാർ മാത്രമായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ കഥ അല്പനേരത്തേക്ക് ഞങ്ങൾ വിശ്വസിച്ച അവസരത്തിൽ അവർ അദ്ദേഹത്തിന്റെ ജീവനെടുത്ത് കടന്നുകളഞ്ഞു. അതിസമർത്ഥമായാണ് അവർ രക്ഷപ്പെട്ടത്, പൊടി പോലും ബാക്കി വയ്ക്കാതെ. അതുകൊണ്ട് നേരത്തെ ചർച്ച ചെയ്ത് വെച്ചതുപോലെ ഇനി അവർ പുറത്തു വരണമെങ്കിൽ അവരുടെ തീർന്ന ലക്ഷ്യം പുനഃസ്ഥാപിക്കണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് മരിച്ച മാനുവൽ ഡോക്ടറെ ഒന്നുകൂടി പുനർജനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു സർ. അല്പം നിശബ്ദനായ ശേഷം മസൂദ് തുടർന്നു. പിന്നീട് മരിച്ച മാനുവലിനെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ആദ്യമായി മാനുവൽ ഡോക്ടറുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി ഞാൻ പഠനം നടത്തി സർ. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ ശാരീരിക പ്രത്യേകതകളെ വിവരിക്കുന്ന ചില രേഖകൾ ഞാൻ ശേഖരിച്ചു. അദ്ദേഹത്തിന്റെ രൂപത്തിനും ഭാവത്തിനും ഏകദേശം സാമ്യമുണ്ടായിരുന്നത് ജയ്സന്റെ ശരീരത്തോടായിരുന്നു. അതുകൊണ്ട് ജയ്സനെ തന്നെ നായകനാക്കാൻ ഞാൻ തീരുമാനിച്ചു. പിന്നീട് ഞങ്ങളുടെ ഇരട്ട നാടകത്തിന് വേണ്ടിയിരുന്നത് മാനുവൽ ഡോക്ടറുടെ ശബ്ദമായിരുന്നു. അതിനായി ഡോക്ടർ നടത്തിയിരുന്ന യൂട്യൂബിലെ ക്ലാസുകൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തി. ജയ്സൺ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ് സർ. അതുകൊണ്ട് ഡോക്ടറുടെ ശബ്ദമനുകരിച്ച് പഠിക്കാൻ അവന് പ്രയാസമുണ്ടായിരുന്നില്ല. എല്ലാവരും ശ്രദ്ധയോടെ മസൂദിനെ വീക്ഷിക്കുകയായിരുന്നു. സർ, മറ്റൊരു കാര്യം ഡോക്ടറുടെ ശീലങ്ങളായിരുന്നു. അതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ടാക്കാനാണ് മരിച്ചതു മുതലുള്ള എല്ലാ ദിവസവും മീരയെ ക്രസന്റ് ഹോസ്പിറ്റലിൽ നിർത്തിയത്. പക്ഷെ മീരയ്ക്ക് പോലും ശരിക്കറിയില്ലായിരുന്നു മീരയുടെ ജോലി. മീരയുടെ ഇടപെടലിലൂടെ മാനുവൽ ഡോക്ടറുടെ ഹോസ്പിറ്റലിലെ മുഴുവൻ ഇടപാടുകളെപ്പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തു, അദ്ദേഹത്തിന്റെ ശീലങ്ങളും ദുശീലങ്ങളും വരെ. മാനുവൽ ഡോക്ടറുടെ സർവന്റ് വഴി അദ്ദേഹത്തിന്റെ വീട്ടിലെ ചൈത്യകളും ഞങ്ങൾക്ക് കിട്ടി. മസൂദിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ എല്ലാവരും കേട്ടു. പിന്നീട് മാനുവൽ ജോണിന് ഒരു ഇരട്ട സഹോദരനെ ഞങ്ങൾ സൃഷ്ടിച്ചെടുത്തു സർ. മാനുവൽ മരിച്ചിട്ടില്ല എന്നറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഘാതകർ വീണ്ടും എത്തുമെന്ന് ഞങ്ങൾക്കുറപ്പായിരുന്നു. പക്ഷേ ഡോക്ടറുടെ മുഖമെങ്ങനെ ഇത്ര കൃത്യമായി? IG ഇടയ്ക്ക് കയറി ചോദിച്ചു. എനിക്ക് ഒരു സുഹൃത്തുണ്ട് സർ. ഒരാളുടെ ഫോട്ടോ കിട്ടിയാൽ അതേ രൂപത്തിൽ ഒറിജിനലിനെ വെല്ലുന്ന പൊയ്മുഖമുണ്ടാക്കാൻ മിടുക്കനാണവൻ. മനുഷ്യചർമ്മത്തിന്റെ അതേ പ്രത്യേകതയുള്ള ഒരു പദാർത്ഥം
മൃഗത്തോൽ സംസ്കരിച്ചെടുത്ത് അതിൽ ചേർത്താണ് അവനിത് നിർമ്മിക്കുക. അതിലവൻ എക്സ്പേർട്ടാണ് സർ. അവനുണ്ടാക്കുന്ന മുഖംമൂടി വെച്ച് എനിക്ക് IG ഡേവിസുമാകാം, സാറിന് SP മസൂദുമാകാം. കേസ് അന്വേഷണത്തിനായി 1-2 തവണ മുമ്പും ഞാൻ അവനെ ഉപയോഗിച്ചിട്ടുണ്ട് സർ. ശരിക്കും ഷെർലോക്ക് ഹോംസ് തന്നെ. SP ഷാനവാസ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, യു പ്രൊസീഡ്. IG മസൂദിനോട് വീണ്ടും തുടരാൻ ആവശ്യപ്പെട്ടു. സർ, പ്രതിയെ ഹാജരാക്കുന്നതിന് മുമ്പ് കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നിങ്ങൾ അല്പം അറിയേണ്ടതായുണ്ട്. മസൂദ് ഡോക്ടർ മാനുവലും ഡോക്ടർ പ്രവീണും തമ്മിലുള്ള ബന്ധം മുതൽ കൂനൂർക്കാട്ടിലെ അവരുടെ ഇടപെടലുകളെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും വിവരിച്ചു. അമ്പരപ്പോടെയാണ് എല്ലാവരും അത് കേട്ടത്. അതിനുശേഷം മസൂദ് പറഞ്ഞു, സന്തോഷ്, അവരെ കൊണ്ടുവരൂ. സന്തോഷ് അവരെ കൊണ്ടുവന്നു. നീണ്ടും മെലിഞ്ഞ ആ മനുഷ്യനെയും പെൺകുട്ടിയെയും. രണ്ടുപേരുടെയും മുഖങ്ങളിൽ ഭയത്തിന്റെ ലാഞ്ചന പോലുമില്ലായിരുന്നു. നിൽക്കാൻ പ്രയാസമുണ്ട് എന്ന് തോന്നിയതിനാൽ ആ പെൺകുട്ടിയോട് അവർ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. മസൂദ് അയാളോടായി പറഞ്ഞു, ഇത് നിങ്ങൾക്കെല്ലാം തുറന്നു പറയാനുള്ള വേദിയാണ്. നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവനായി ഇവിടെ പറയണം. പറഞ്ഞേ പറ്റൂ. അയാൾ പറയാൻ ആരംഭിച്ചു. സർ, എന്റെ പേര് നൌഷാദ്. ഇതെന്റെ ഒരേയൊരു സഹോദരി റസിയ. ഞങ്ങൾ പാലക്കാട് മണ്ണാർക്കാടാണ് താമസം. ഇവളുണ്ടല്ലോ സാറുമാരെ, നിങ്ങൾ ഈ കാണുന്നത് പോലെ അടങ്ങിയിരിക്കുന്ന ആളൊന്നുമല്ല. ഞങ്ങളുടെ നാടിന്റെ പ്രകാശമാണ് ഇവളെന്നാണ് എല്ലാരും പറയാറ്. അത്രയ്ക്കും സ്മാർട്ടായിരുന്നു. എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് സംസാരിക്കും. എപ്പോഴും സന്തുഷ്ടയായിരുന്നു. സാമൂഹ്യ സേവനത്തിനിറങ്ങണം, അതായിരുന്നു ഇവരുടെ ഭാവി സ്വപ്നം. ഞങ്ങളുടെ നാട്ടിൽ പലപ്പോഴും ക്വാറി മുതലാളിമാരുമായി സമരം ഉണ്ടാകാറുണ്ട് സാറേ. ഇവൾ മുമ്പിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ധൈര്യമായിരുന്നു. അയാൾ നിരാശയോടെ ഒരു നെടുവീർപ്പിട്ടു. പക്ഷേ ഇപ്പോൾ ഇവൾ ഞങ്ങളുടെ ആ പഴയ റസിയ മോളല്ല സാറേ. എയ്ഡ്സ് രോഗിയാണവൾ. മാത്രമല്ല, മനസ്സും ശരീരവും തളർന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു ജീവശവമാണ് എന്റെ പെങ്ങളിപ്പോൾ. അയാളുടെ ശബ്ദമിടറി. എന്നാൽ അടുത്ത നിമിഷം അയാളുടെ കണ്ണുകൾ ജ്വലിച്ചു. അയാൾ പറഞ്ഞു, ഇവളെ ഈ അവസ്ഥയിലാക്കിയത് 2 പേരാണ് സാറേ, മാനുവൽ ജോണും പ്രവീൺ കുമാറും. അവരെ ഒരിക്കലും ഞാൻ ഡോക്ടർമാരെന്ന് പറയില്ല സാറേ. കാരണം ഡോക്ടർമാർ ജീവൻ സംരക്ഷിക്കാനുള്ളവരാണ്, നശിപ്പിക്കുന്നവരല്ല. അയാളൊന്ന് നിർത്തി. നേരത്തെ ഈ സാറ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അന്ന് കാട്ടുവാസികളായ ആ പാവങ്ങളെ ഈ പണക്കൊതിയന്മാരിൽ നിന്ന് രക്ഷിച്ചതിന്റെ പേരിൽ വല്ലാത്ത സന്തോഷമായിരുന്നു ഇവൾക്ക്. ഞങ്ങളോട് എത്ര ആവശ്യത്തോടെയാണ് ആ സംഭവം വിവരിച്ചതെന്നറിയാമോ? പക്ഷേ ഇവളൊരു പാവമ്മ സാറുമാരെ, ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ അറിയാത്ത പാവം. അതുകൊണ്ടാണ് ഇവൾ അന്ന് അവരെ വിശ്വസിച്ചത്. ആ സംഭവത്തിന് കുറച്ചു നാളുകൾക്ക് ശേഷമായിരുന്നു അത്. അവർ 2 പേരും കൂടി ഞങ്ങളുടെ വീട്ടിൽ വന്നു. അയാളായിരുന്നു സംസാരിച്ചത്, മാനുവൽ ജോൺ. എത്ര നിഷ്കളങ്കമായിരുന്നെന്നോ അയാളുടെ വാക്കുകൾ. അയാൾ ഇവളോട് പറഞ്ഞു, മോളെ, ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി. ചെയ്തത് തെറ്റായി പോയെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി. ഞങ്ങൾക്ക് ആ പാവങ്ങളോട് മാപ്പ് പറയണം മോളെ. ഞങ്ങളോടുള്ള ദേഷ്യം കാരണം അവർ ഇപ്പോൾ ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നില്ല. ഞങ്ങൾ കാരണം അത് സംഭവിക്കാൻ പാടില്ല. അവർ വീണ്ടും പഴയതുപോലെ ആകണമെങ്കിൽ മോള് ഞങ്ങളോടൊപ്പം ഒന്ന് വരണം. അവരോട് മാപ്പ് പറഞ്ഞ ഉടനെ ഞങ്ങൾ തിരിച്ചുപോയിക്കോളാം. പിന്നീട് ഒരിക്കലും അവരെ ഞങ്ങൾ ശല്യം ചെയ്യില്ല. ഞങ്ങൾക്ക് അവരുടെ കാടും വേണ്ട, മൃഗങ്ങളെയും വേണ്ട. അയാൾ ആത്മാർത്ഥമായി പറയുകയാണെന്ന് ഇവൾ തെറ്റിദ്ധരിച്ചു സാറേ. അതീവ സന്തോഷത്തോടെയാണ് ഞങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് ആ കാട്ടാളന്മാരോടൊപ്പം അവൾ പോയത്. അന്ന് കണ്ടതാണ് സാറേ എന്റെ പെങ്ങളുടെ സന്തോഷമുള്ള മുഖം. പിന്നീട് ഒരു പുഞ്ചിരി പോലും ഈ മുഖത്ത് വിടർന്നിട്ടില്ല. അയാൾ ഗദ്ഗതത്തോടെ പറഞ്ഞു നിർത്തി. മസൂദ് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അയാൾക്ക് നേരെ നീട്ടി. വെള്ളം കുടിച്ചതിന് ശേഷം അയാൾ തുടർന്നു. അവർ അവളെ കൊണ്ടുപോയത് പക തീർക്കാനായിരുന്നു സാറേ. അവരുടെ കള്ളക്കടത്ത് തടഞ്ഞതിനുള്ള പ്രതികാരം. മണ്ണാർക്കാട് നിന്നും മേട്ടുപ്പാളയത്തേക്ക് കാട്ടിലൂടെ ഒരു പാതയുണ്ട്. അതുവഴിയാണ് അവർ പോയത്. ഇടയ്ക്ക് കാടിനുള്ളിലേക്ക് കൊണ്ടുപോയി അവരവളെ... അയാൾ തേങ്ങിക്കരഞ്ഞു. ഒരു പെണ്ണിൽ നിന്നും കവർന്നെടുക്കാനുള്ളതൊക്കെ ആ 2 ചെന്നായ്കൾ കവർന്നെടുത്തു സാറേ. എന്നിട്ട് അവരവളെ മർദ്ദിച്ചവശയാക്കി. മരിച്ചു എന്ന് കരുതിയിട്ടാണ് ആ കൊടും കാട്ടിൽ അവളെയും ഉപേക്ഷിച്ച് അവർ 2 പേരും കടന്നു കളഞ്ഞത്. പക്ഷേ അവൾക്ക് പടച്ചവൻ തുണയുണ്ടായിരുന്നു സാറേ. അതുവഴി വന്ന ഒരു ജീപ്പിൽ കൂനൂർ കാട്ടിലെ ഒരാളുണ്ടായിരുന്നു. റോഡരികിൽ
അവളുടെ കീറിയ വസ്ത്രം കണ്ടപ്പോൾ അയാൾ ജീപ്പുകാരെ നിർത്തിച്ചു. അവരാണ് സാറേ അവളെ ആശുപത്രിയിൽ എത്തിച്ചത്. നീണ്ട കാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അവൾ ഇപ്പോൾ കാണുന്ന അവസ്ഥയിലേക്കെങ്കിലും എത്തിയത്. പക്ഷേ അവളുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. ഹോസ്പിറ്റലിൽ വന്ന ചിലവിൽ 3/4 ഭാഗവും വഹിച്ചത് ആ കാട്ടുവാസികളാണ് സാറേ. അവിടെ ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെ ആയുസ്സിന്റെ സമ്പാദ്യം കൊണ്ട്. പിന്നീട് ഇവൾ ആശുപത്രി വിട്ടപ്പോൾ നേരെ കൊണ്ടുപോയത് അവരുടെ കാട്ടിലേക്കാണ്. ഇവൾക്കു വേണ്ടി മാത്രം ആ പാവങ്ങൾ അവിടെ ഒരു വീടുണ്ടാക്കി. സ്വന്തം വീട്ടിൽ താമസിച്ചാൽ ഇനിയും ആ മനുഷ്യമൃഗങ്ങൾ വരുമോ എന്ന ഭയമുള്ളതുകൊണ്ട് ഞങ്ങളുടെ രക്ഷിതാക്കൾ എതിർപ്പ് പറഞ്ഞില്ല സാറേ. പക്ഷേ അവരെ അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. രണ്ടുപേരെയും കൊല്ലാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ നാട്ടിൽ തന്നെ ഒരു പാമ്പ് പിടുത്തക്കാരനായിരുന്നു സാറേ. സമീപത്ത് എവിടെ പാമ്പിനെ കണ്ടാലും ആളുകൾ എന്നെയാണ് വിളിക്കാറ്. ഉഗ്രവിഷമുള്ള പാമ്പുകളെ എനിക്ക് ആ കാട്ടിലെ മനുഷ്യർ നൽകി. അത് വെച്ച് രണ്ടുപേരുടെയും ജീവനെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. മുഴുവൻ കാര്യങ്ങൾക്കും ഞങ്ങളുടെ സഹായികൾ ആ കാട്ടുമനുഷ്യരായിരുന്നു. അങ്ങനെ ആദ്യം മാനുവൽ ജോണിനെ തന്നെ ഞാൻ ഇരയാക്കി. അയാളെ വരുതിയിൽ വരുത്തണമെങ്കിൽ ഒരു പെൺസാന്നിധ്യം വേണമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ പെൺവേഷം കെട്ടി. അയാളൊരു പെൺഭ്രാന്തനായതുകൊണ്ട് അയാളെ വീഴ്ത്താൻ എനിക്ക് പ്രയാസമുണ്ടായില്ല. അയാളുടെ ദൗർബല്യം ഉപയോഗിച്ച് 1,00,000 രൂപ ഞാൻ അയാളുടെ ആശുപത്രിയിൽ നിന്നും വാങ്ങി. അങ്ങനെ അയാളും ഞാനുമായുള്ള ഒരു രാത്രിക്ക് വേണ്ടി ഞാൻ അയാളെ മോഹിപ്പിച്ചു. ഒടുവിൽ ആ ദിവസമെത്തി. അന്ന് എന്റെ പെങ്ങളെ കൂനൂരിലുള്ള ഒരാളുടെ സഹായത്തോടെ ഞാൻ ഇവിടെ എത്തിച്ചു. അവളെ അയാൾക്കൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പാമ്പിന്റെ വിഷം നിറച്ച സിറിഞ്ച് കൊണ്ടായിരുന്നു അയാളോടൊപ്പം സല്ലപിക്കാൻ ഞാൻ കാറിൽ കയറിയത്. രാത്രി വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം അയാളുമായി ഒരുപാട് സമയം ഞാൻ കറങ്ങി. അങ്ങനെ പുലർച്ചെ ഒരു 3 മണിയായപ്പോൾ ബീച്ച് റോഡിലേക്ക് പോകാൻ ഞാൻ അയാളോട് ആവശ്യപ്പെട്ടു. അവിടെ എന്റെ പെങ്ങളെയും കൊണ്ട് കൂനൂരിൽ നിന്ന് വന്ന എന്റെ കൂട്ടുകാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. കാർ അവളുടെ അടുത്തെത്തിയപ്പോൾ ഞാൻ നിർത്താൻ ആവശ്യപ്പെട്ടു. അവൾ പരമാവധി ശക്തി ഉപയോഗിച്ച് സ്വന്തമായി നിന്നു. മാനുവലിന്റെ മുമ്പിലായി. അവളെ കണ്ടപ്പോൾ അയാൾ ഭയന്നു സർ, വല്ലാതെ ഭയന്നു. ആ സമയത്ത് തന്നെ ഞാൻ സിറിഞ്ചെടുത്ത് കുത്തി. അത് അയാളുടെ അവസാനമായിരുന്നു. അത്രയും പറഞ്ഞപ്പോഴേക്കും അയാൾ കിതച്ചിരുന്നു. പിന്നെ പ്രവീണിനെ കൊന്നതെങ്ങനെയെന്ന് സാറുമാര് തന്നെ കണ്ടുപിടിച്ചതല്ലേ? എനിക്ക് ഒരേ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ സാറേ. ഇത് എന്റെ മാത്രം തീരുമാനമായിരുന്നു. ഞാൻ തന്നെയാണ് മുഴുവൻ കാര്യങ്ങളും ചെയ്തത്. ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പോലും എന്റെ പാവം പെങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഇവളെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. ഞാൻ എന്ത് ശിക്ഷയും വാങ്ങാൻ തയ്യാറാണ്. പ്ലീസ് സർ. അയാൾ കൈകൂപ്പിക്കൊണ്ടാണ് അത് പറഞ്ഞത്. ഉടൻ മസൂദ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ്, ഒന്നൊഴികെ. എല്ലാവരുടെയും ശ്രദ്ധ മസൂദിലേക്ക് പതിഞ്ഞു. മാനുവൽ ജോണിനെ കൊന്നത് നിങ്ങളല്ല. അയാളും സദസ്സും ധരിച്ചുപോയി. അയാൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു, അല്ല, ഞാൻ തന്നെയാണ്. ഈ കൈകൾ കൊണ്ടാണ് ഞാൻ അവന്റെ കയ്യിൽ സിറിഞ്ചു കയറ്റിയത്. ഞാനാണ് അവനെ കൊന്നത്. അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അയാളെ കൊന്നതിനു ശേഷം പ്രവീൺ ഡോക്ടറുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചതും നിങ്ങളാണോ? മസൂദ് അയാളുടെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു. ആ അതെ, അയാൾ പരിങ്ങളോടെ പറഞ്ഞു. മസൂദ് അയാളുടെ അടുത്തേക്ക് നീങ്ങി. കയ്യിലുണ്ടായിരുന്ന മാനുവൽ ഡോക്ടറുടെ മൊബൈൽ ഫോൺ അയാളിലേക്ക് നീട്ടിക്കൊണ്ട് മസൂദ് പറഞ്ഞു, എങ്കിൽ ആ മെസ്സേജ് ഒന്നുകൂടി ഈ ഫോണിൽ ടൈപ്പ് ചെയ്യൂ. അതോടെ അയാൾ ആകെ അങ്കലാപ്പിലായി. അന്നയച്ച മെസ്സേജ് ഞാൻ മറന്നുപോയി സർ, വിറച്ചുകൊണ്ട് നൌഷാദ് പറഞ്ഞു. ഓക്കെ, എങ്കിൽ മലയാളത്തിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യൂ മിസ്റ്റർ നൌഷാദ്, ഗൗരവത്തോടെ മസൂദ് പറഞ്ഞു. അയാൾ പരുങ്ങി നിന്നു. നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്യൂ. മസൂദ് വിടാൻ ഭാവമില്ലായിരുന്നു. അയാൾ നിശബ്ദനായി ചലിക്കാതെ നിന്നു. മറന്നുപോയോ? അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ അറിയില്ല അല്ലേ? ഇനി ഓർമ്മശക്തി നഷ്ടപ്പെട്ട നിങ്ങളുടെ പെങ്ങളാണോ ആ മെസ്സേജ് അയച്ചത്? മസൂദ് ചോദിച്ചു. അയ്യോ അല്ല സർ, അവൾക്കൊന്നും അറിയില്ല, നൌഷാദ് ഞൊടിയിടയിൽ പറഞ്ഞു. ഓഹോ, എങ്കിൽ പിന്നെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കാട്ടുവാസിയായിരിക്കും അയച്ചത് അല്ലേ? മസൂദ് ചോദിച്ചു. അയാൾ നിശബ്ദനായി തല താഴ്ത്തി നിന്നു. അതോ നിങ്ങൾ മറന്നുപോയോ ആരായിരുന്നു നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്നതെന്ന്? നൌഷാദിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എങ്കിൽ പേടിക്കേണ്ട നൌഷാദ്, എനിക്കറിയാം അയാളെ.
ഞാൻ ഓർമ്മിപ്പിച്ചു തരാം നിങ്ങൾക്ക്. മസൂദിന്റെ വാക്കുകൾ കേട്ട് അയാൾ ഞെട്ടിത്തരിച്ചുപോയി. പക്ഷേ അതിനു മുമ്പ് അല്പം കാര്യങ്ങൾ കൂടി ഞങ്ങൾക്കറിയാനുണ്ട് നിങ്ങളിൽ നിന്ന്. അതിനുള്ള വ്യക്തമായ മറുപടി നിങ്ങൾ പറഞ്ഞേ തീരൂ. ഒന്നാമത്തെ ചോദ്യം, അന്ന് ഞങ്ങൾ കൂനൂർക്കാട്ടിലേക്ക് വന്ന് തിരിച്ചു പോന്ന അന്നായിരുന്നല്ലോ പ്രവീൺ ഡോക്ടറുടെ അന്ത്യം. ഞങ്ങളിവിടെ നാട്ടിൽ തിരിച്ചെത്തി അധികം താമസമില്ലാതെ നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? സ്പെഷ്യൽ എഞ്ചിൻ സംവിധാനം വെച്ചിട്ടാണ് ഞങ്ങൾ തന്നെ പെട്ടെന്ന് തിരിച്ചു മേട്ടുപ്പാളയത്തെത്തിയത്. നിങ്ങളെങ്ങനെ എത്തി? അന്ന് തന്നെ പ്രവീൺ ഡോക്ടറെ കൊല്ലാൻ നിങ്ങൾക്കെങ്ങനെ ധൈര്യം വന്നു? പുച്ഛത്തോടെ അയാൾ പറഞ്ഞു. സ്പെഷ്യൽ എഞ്ചിൻ. ആ കാട്ടുമനുഷ്യർക്കറിയുന്ന കാട്ടുവഴിയിലൂടെ പുറത്തെത്തിയാൽ ഒരു സ്പെഷ്യൽ ട്രെയിനും ഞങ്ങളെ മറികടക്കാൻ സാധിക്കുമായിരുന്നില്ല സാറേ. നിങ്ങളെത്തുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് ഞങ്ങൾ മേട്ടുപ്പാളയത്തെത്തി. അവിടുന്ന് ടാക്സി പിടിച്ച് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നു. തലേന്ന് രാത്രി നിങ്ങൾ ഞങ്ങളെ അവിടെ കണ്ടതുകൊണ്ട് പിറ്റേന്ന് ഞങ്ങൾ പ്രവീണിന് വേണ്ടി വരുമെന്ന് കരുതില്ല എന്ന് ഞങ്ങൾക്കുറപ്പായിരുന്നു. ഓക്കെ, എന്റെ അടുത്ത ചോദ്യം. മാനുവൽ ഡോക്ടറിൽ നിന്ന് 1 ലക്ഷം രൂപ നിങ്ങൾ നേടിയെടുത്തു. അതെ സാറേ. നിങ്ങൾക്കറിയില്ല സാറേ അയാളെ. ഒരു പെണ്ണ് ചിരിച്ച് മുന്നിൽ വന്ന് നിന്നാൽ 1 ലക്ഷമല്ല, കോടികൾ അയാൾ വാരിയെറിയും. ഈർഷ്യതയോടെ നൗഷാദ് പറഞ്ഞു. ഓക്കെ. രണ്ടാമത്, ഡോക്ടർ മരിച്ചതിന് ശേഷം നിങ്ങൾ പണത്തിനായി വീണ്ടും ഹോസ്പിറ്റലിലെത്തി. എപ്പോഴായിരുന്നു അതിനുള്ള എഗ്രിമെന്റ് ഡോക്ടർ ഒപ്പിട്ട് തന്നത്? മസൂദ് ചോദ്യം തുടർന്നുകൊണ്ടേയിരുന്നു. അയാളുടെ അവസാനത്തെ രാത്രി. അന്ന് അവസാനമായി അതുകൂടി അയാളിൽ നിന്നും വാങ്ങി, നൗഷാദ് പറഞ്ഞു. അന്ന് ഹോസ്പിറ്റലിലെ വെയിറ്റിംഗ് ലോഞ്ചിൽ നിങ്ങളിരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ടെന്ന വിവരം നിങ്ങൾക്ക് തന്നതാരാണ്? മസൂദിന്റെ അടുത്ത ചോദ്യം അയാളെ തെല്ലൊന്നമ്പരപ്പിച്ചു. അത് ആരുമില്ല സാറേ. എനിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ ഓടിയതാണ്. അയാൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. മസൂദ് പുഞ്ചിരിച്ചു. അല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ആരുമല്ല അല്ലേ? അതെ സാർ. അയാൾ അസ്വസ്ഥനായിരുന്നു. ഓക്കെ, എന്റെ അടുത്ത ചോദ്യം. നിങ്ങളുടെ പെങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു അല്ലേ? ആ ചോദ്യത്തിൽ അയാൾ ശരിക്കും ഞെട്ടിയിരുന്നു. എന്തുപറ്റി? കല്യാണം കഴിക്കുന്നത് ഒരു തെറ്റല്ലല്ലോ. ഭയപ്പെടുന്നത് എന്തിനാ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ, മസൂദ് കൂടായി ചോദിച്ചു. അതെ അതെ സാർ, അയാൾ വിക്കി വിക്കി പറഞ്ഞു. ഒരു ഡോക്ടറുമായിട്ടായിരുന്നു അല്ലേ? മസൂദ് ചോദിച്ചു. അതെ. ആ ഡോക്ടറല്ലേ നൗഷാദേ സിറിഞ്ച് ഡോക്ടറുടെ കയ്യിലേക്ക് ഇഞ്ചക്ട് ചെയ്തത്? മസൂദ് വീണ്ടും ചോദിച്ചു. ആ മനുഷ്യൻ തല താഴ്ത്തി നിന്നു. ഇനിയും മറുത്തു പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അയാൾക്ക് തോന്നിക്കാണും. രതീഷ്, അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. രതീഷ് അയാളുമായി വന്നു. എല്ലാവരും ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി. ശാന്തനായ ആ മനുഷ്യന് ഡോക്ടർ അലി ഹുസൈന്റെ മുഖമായിരുന്നു. മസൂദ് ഐജിയുടെ മുഖത്തേക്ക് നോക്കി. സർ, ഇത് ഡോക്ടർ അലി ഹുസൈൻ, റെഡ് ക്രസന്റ് ഹോസ്പിറ്റൽ മാനേജറാണ്. ഇദ്ദേഹമാണ് മാനുവൽ ഡോക്ടറുടെ ശരീരത്തിലേക്ക് പാമ്പിന്റെ വിഷം ഇഞ്ചക്ട് ചെയ്തത്. അല്പസമയം എല്ലാവരും നിശബ്ദരായി. ഡോക്ടർ അലി ഹുസൈനെ നോക്കിയിരുന്നു. അയാൾ അപ്പോഴും ശാന്തനായി നിർവികാരനായി നിലകൊണ്ടു. സർ, എങ്ങനെ ഇയാളെ സംശയിച്ചു എന്നായിരിക്കും നിങ്ങൾക്കറിയാനുണ്ടാവുക എന്നെനിക്കറിയാം. ഞാനിനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. മസൂദ് പറഞ്ഞു തുടങ്ങി. മാനുവൽ ഡോക്ടർ ഒപ്പിട്ട പേപ്പറും കൊണ്ട് നൗഷാദ് പെൺവേഷത്തിൽ ഹോസ്പിറ്റലിലെത്തിയ അന്ന് ഞൊടിയിടയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്കും അവൻ പോയിരുന്നു സർ. അന്ന് CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചിരുന്നു. ഇവരുടെ ഒരു സഹായി ഹോസ്പിറ്റലിലുണ്ടെന്ന്. കാരണം ആരോ അയച്ച മെസ്സേജ് കണ്ടിട്ടാണ് പരിഭ്രാന്തിയോടെ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോയത്. അതാരാണെന്ന് മനസ്സിലാക്കാനും കൂടിയാണ് മീരയോട് ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറഞ്ഞത്. അവൾ അവിടെ തന്നെയായിരുന്നു സർ ഇന്നലെ വരെ. പിന്നീട് പ്രതികൾക്ക് മേട്ടുപാളയത്തുള്ള കണക്ഷൻ മനസ്സിലായപ്പോൾ ഹോസ്പിറ്റലിൽ ആ ഭാഗത്തുള്ള ആരെങ്കിലും അവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്നറിയാനായി മീര മുഖേന അവിടുത്തെ സ്റ്റാഫിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനെടുത്തു. ആ ഭാഗത്തുള്ളവരാരെയും കിട്ടാത്തതുകൊണ്ട് അതിനടുത്ത പ്രദേശക്കാരുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഡോക്ടർ അലി ഹുസൈനെ ഞാൻ ശ്രദ്ധിച്ചത്. അദ്ദേഹം പാലക്കാട് മണ്ണാർക്കാട് നിന്നും മേട്ടുപാളയത്തേക്ക് പോകുന്ന റൂട്ടിലുള്ള ഒരു ഗ്രാമവാസിയാണ് സർ. മസൂദ് ഒന്ന് നിർത്തിയ ശേഷം തുടർന്നു. അതോടെ ഡോക്ടർ അലി ഹുസൈന്റെ നീക്കുപോക്കുകളെപ്പറ്റി രഹസ്യമായി അന്വേഷിക്കാൻ കൂടി മീരയെ ഞാൻ ഏൽപ്പിച്ചു. മീരയുടെ സമർത്ഥമായ ഇടപെടൽ മൂലം
ഡോക്ടർ അലി ഹുസൈൻ ഇവരുടെ സഹായിയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു സർ. ഞങ്ങൾ മേട്ടുപ്പാളയത്തിലേക്ക് പോയി വന്ന ആ ദിവസം വളരെ അസ്വസ്ഥനായി മീരയ്ക്ക് അലി ഹുസൈനെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഡോക്ടർ പ്രവീൺ കുമാറിന്റെ മരണവാർത്ത അയാളുടെ മുഖത്തുണ്ടാക്കിയ വല്ലാത്ത ആഹ്ലാദം CCTV ഫൂട്ടേജിലൂടെ ഞങ്ങൾ കണ്ടിരുന്നു സർ. ഡോക്ടർ പ്രവീൺ മരിച്ചതിനു ശേഷം മാനുവൽ ഡോക്ടറുടെയും പ്രവീണിന്റെയും മൊബൈൽ ഫോണുകൾ വിശദമായി പരത്തിയപ്പോൾ അവർ കൊല്ലാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ അഡ്രസ്സ് ഞങ്ങൾക്ക് കിട്ടി. മണ്ണാർക്കാടുള്ള അവരുടെ വീട്ടിൽ അന്വേഷിച്ചാൽ അടഞ്ഞുകിടക്കുന്ന പല വാതിലുകളും തുറക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി സർ. ഞങ്ങൾ അവിടേക്ക് പോകുന്നതിന് മുമ്പായി മാനുവൽ ഡോക്ടറുടെ തിരിച്ചുവരവ് ഞങ്ങൾ പ്ലാൻ ചെയ്തു. മാനുവൽ ഡോക്ടറുടെ രണ്ടാം വരവ് എന്റെ സൃഷ്ടിയാണെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടതൊക്കെ അതിനകം ചെയ്തിരുന്നു. എന്റെ സഹപ്രവർത്തകർ പോലും അതറിഞ്ഞില്ല. ഒരു കാരണവശാലും ഇത് ലീക്കാവരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് അത്രയും രഹസ്യമായി ഞാനത് കൈകാര്യം ചെയ്തത്. അതിന്റെ പിറ്റേന്ന് തന്നെ സന്തോഷമായി ഞാൻ മണ്ണാർക്കാട്ടേക്ക് പോയി. ആ ഗ്രാമത്തിൽ നിന്ന് റസിയയുടെ വീട് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായില്ല സർ. അവളുടെ പിതാവുമായി സംസാരിച്ചപ്പോൾ വിട്ടുപോയ പല ഭാഗങ്ങളും ഞങ്ങൾക്ക് പൂരിപ്പിക്കാനായി. നൌഷാദ് നേരത്തെ പറഞ്ഞ കഥകളെല്ലാം അവരുടെ പിതാവിൽ നിന്ന് ഞങ്ങൾ കേട്ടു സർ. അദ്ദേഹത്തിൽ നിന്നാണ് നൌഷാദിന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെയാണ് അലി ഹുസൈൻ ഡോക്ടറുമായി റസിയയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞത്. അതോടെ അലി ഡോക്ടർക്ക് ഇതിലുള്ള റോൾ ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ തന്നെ ബാക്കി ചിത്രം ഞാൻ പൂരിപ്പിച്ചു സർ. മാനുവൽ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആ വിഷം ഇഞ്ചക്ട് ചെയ്തത് ഒരു ഡോക്ടറാണെന്ന്. മാത്രമല്ല സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പോലും അറിയാത്ത നൌഷാദ് ഒരിക്കലും മാനുവൽ ഡോക്ടറുടെ മൊബൈലിൽ നിന്ന് പ്രവീൺ ഡോക്ടർക്ക് മെസ്സേജ് അയക്കില്ല എന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ആ മെസ്സേജ് അയച്ചതും മറ്റൊരാളാണെന്ന് എനിക്ക് വ്യക്തമായിരുന്നു. അടുത്ത ഘട്ടം മീരയിലൂടെ ഞങ്ങളുടെ നീക്കങ്ങൾ അലി ഡോക്ടറിൽ എത്തിക്കുകയായിരുന്നു. അതിനായി മീരയ്ക്ക് അല്പം സ്നേഹപ്രകടനങ്ങൾ പുറത്തെടുക്കേണ്ടി വന്നു അലി ഡോക്ടറുടെ മുമ്പിൽ. മീര വഴി ഞങ്ങൾ മാനുവൽ ഡോക്ടറുടെ വീടിന് മുന്നിലുള്ള കാവൽ തുടങ്ങിയതും അവസാനിപ്പിച്ചതുമൊക്കെ അലി ഡോക്ടറിൽ എത്തിച്ചു സർ. അതുകൊണ്ട് ഞങ്ങൾ മാനുവലിന്റെ വീട്ടിലെ കാവൽ അവസാനിപ്പിക്കുന്ന ദിവസം തന്നെ മാനുവലിനെ കൊല്ലാൻ ഇവരെത്തുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അങ്ങനെ ഇന്നലെ ഞങ്ങൾ മാനുവൽ ഡോക്ടറുടെ വീട്ടിൽ നിലയുറപ്പിച്ചു, അദ്ദേഹത്തിന്റെ സെർവന്റ് പോലും അറിയാതെ. ഇവർ പാമ്പിനെ പ്രയോഗിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് എന്റെ പരിചയക്കാരനായ ഒരു പാമ്പ് പിടുത്തക്കാരനെ ഒപ്പം കൂട്ടി. ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിയില്ല സർ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇതിവിടെ അവസാനിക്കുകയാണ് സർ. IG കൈയടിച്ചു. പിറകെ മറ്റുള്ളവരും. മസൂദിന്റെ എതിരാളിയായ SP വിജയരാഘവൻ വരെ സന്തോഷത്തോടെ കൈയടിക്കുന്നത് കണ്ട IG പുഞ്ചിരിച്ചു. പക്ഷേ മസൂദിന്റെ മുഖത്ത് ഒരൽപ്പവും സന്തോഷമില്ലായിരുന്നു. അവൻ പറഞ്ഞു, എങ്കിലും സർ, ഞാൻ ഇവരോടൊപ്പമാണ്. നൌഷാദ് എന്ന സഹോദരന്റെ സ്ഥാനത്ത് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ബന്ധത്തെ സങ്കല്പിച്ചു നോക്കൂ. എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി. നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഞാനായിരുന്നു നൌഷാദിന്റെ സ്ഥാനത്തെങ്കിൽ മാനുവലിന്റെയും പ്രവീണിന്റെയും മദ്യം ഭയാനകമായേനെ. ഒരുപക്ഷെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ ഭയാനകം. അതുകൊണ്ട് സർ, ഇവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുക എന്റെ വക്കീലായിരിക്കും. നിങ്ങളിൽ ആരെതിർത്താലും ഇതാണെന്റെ തീരുമാനം. എന്തു വില കൊടുത്തും ഞാനിവരെ പുറത്തു കൊണ്ടുവരും. ഓക്കെ, താങ്ക് യു സർ. മസൂദ് തന്റെ ഇരിപ്പിടത്തിലിരുന്നു. നൌഷാദും ഡോക്ടർ അലി ഹുസൈനും സന്തോഷത്തോടെ റസിയുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ കണ്ണുകൾക്ക് ഒരു തിളക്കമുണ്ടായിരുന്നു. പ്രതികളായ നൌഷാദിനെയും അലി ഡോക്ടറെയും സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായി മസൂദ് വിളിപ്പിച്ചു. പേടിക്കണ്ട, ഞാനുണ്ട് നിങ്ങളോടൊപ്പം. ശിക്ഷ അനുഭവിക്കേണ്ടവർ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇനി അകത്ത് കിടക്കേണ്ടി വരില്ല. ഇവൾക്ക് നിങ്ങൾ തന്നെ വേണം തുണയായിട്ട്. റസിയയെ നോക്കിക്കൊണ്ടാണ് മസൂദ് അത് പറഞ്ഞത്. കണ്ണീരോടെ അലി ഡോക്ടർ പറഞ്ഞു, സർ, ഞങ്ങൾ രക്ഷപ്പെടണമെന്നൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒരുപാട് സ്വപ്നങ്ങളെ തകർത്തവരെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കലായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് നിറവേറിയിട്ട് തൂക്കുകയർ വാങ്ങാനും ഞങ്ങൾ തയ്യാറായിരുന്നു സർ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വല്ലാത്ത പ്രതീക്ഷയിലാണ്. സാറിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ് സർ. സാറ് രക്ഷകനാണ്. വിശ്വാസത്തോടെ ഞങ്ങൾ പോവുകയാണ്. അയാൾ കൈകൂപ്പി. അപ്പോൾ മീര അവിടേക്ക് വന്നു. ഡോക്ടർ,
എന്നോട് ദേഷ്യമുണ്ടോ? അവൾ ചോദിച്ചു. എന്തിനാണ് മാഡം? നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു, അത്രമാത്രം. ഒരു ദേഷ്യവുമില്ല. അലി ഡോക്ടറുടെ വാക്കുകൾ കേട്ട് മീര സമാധാനിച്ചു. അങ്ങനെ ഒരു കേസ് കൂടി തെളിയിക്കപ്പെടുകയാണ് ഷെർലക് ഹോംസ് IPSലൂടെ. അവർ പിരിയുമ്പോൾ ജൈസൺ മസൂദിനോടായി പറഞ്ഞു, അപ്പോൾ അടുത്ത കേസിൽ കാണാം അല്ലേ സർ? എടാ, അടുത്ത കേസിന് മുമ്പെങ്കിലും ഭാര്യയെ ശരിക്കും ഒന്ന് അഡ്മിറ്റാക്കാൻ നോക്ക്. മസൂദിന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ചിരിച്ചു. സന്തോഷത്തോടെ അവർ പിരിഞ്ഞു. പ്രിയ കൂട്ടുകാരെ, കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.